ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈൻക്രാഫ്റ്റ് അല്ല, വേറൊരു ഗെയിമാണ്. സ്കൈ ദ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്. അങ്ങനെ ഒരു ഗെയിമാണ് ഇത് നല്ലൊരു ഗെയിമാണ്, സ്റ്റോറി ഗെയിമാണ്. അപ്പോൾ ഇന്ന് നമ്മളിതാണ് കളിക്കുന്നത്. ആക്ച്വലി കോമ്പറ്റേറ്റീവ് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അതായത് നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റും. അത് ആൻഡ്രോയിഡ് ഗെയിമും കൂടെയാണ്. അപ്പോൾ അത് ആ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനുള്ള പോർഷൻ എത്തണമെങ്കിൽ കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ആ പോർഷനാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ളത് അടുത്ത എപ്പിസോഡിലായിരിക്കും. അതായത് ഈ മൾട്ടിപ്ലെയർ നമ്മളിപ്പോൾ കളിക്കുന്ന മൾട്ടിപ്ലെയറിലോട്ട് പോകണമെങ്കിൽ ഒരു പോർഷൻ വരെ എന്തായാലും ഈ സ്റ്റോറി മുമ്പോട്ട് പോയിട്ട് മൾട്ടിപ്ലെയറിൻ്റെ ഓപ്ഷൻ വരത്തുള്ളൂ. സോ അതുവരെയുള്ള ഭാഗം ഇതിലാണ്. അങ്ങനെ നമ്മളെ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. സ്കൈ ആദ്യം തന്നെ നമ്മുടെ ഗെയിമിൻ്റെ പേരാണ്. താഴെ നിങ്ങൾക്ക് നോക്കിയാൽ ലോഡിങ്ങിൻ്റെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടായിരിക്കും പോണത്. കട്ട് ചെയ്യേണ്ടി വന്നാൽ കട്ട് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. അല്ല ലോഡിങ് സ്ക്രീനിൽ ഡയറക്റ്റ് പോകുന്നുണ്ട്. സൗണ്ട് ഈസ് മോർ ദാൻ ഹാഫ് ഓഫ് ദ എക്സ്പീരിയൻസ്. ഈ ഗെയിമിൻ്റെ എക്സ്പീരിയൻസിൻ്റെ പകുതി കൂടുതൽ ഇതിൻ്റെ സൗണ്ടാണ്. ഓക്കെ, സൗണ്ട് ഉള്ളാക്കിയിട്ടുണ്ട്. തന്നെ ഇതിൻ്റെ BGM കൊള്ളാം കേട്ടോ, നല്ലൊരു വൈബുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്തരോ ഉൽക്ക, എന്തരോ തീപ്പൊരി, എന്തരോ വീഴണം. ബട്ടൺ നമ്മൾ ഉൽക്കയെ കൺട്രോൾ ചെയ്യണം. ഓ, ഉൽക്കയില്ല, നമ്മളെ ക്യാരക്ടറാണ്. ഓക്കെ, ഇത് പറക്കണ ബട്ടനാണെന്ന് തോന്നുന്നു. ഒരു ഡൗട്ട്, ഇത് ഞാൻ തന്നെ കൺട്രോൾ ചെയ്യണം. എനിക്ക് എനിക്ക് തിരിഞ്ഞു നോക്കാനുള്ള സാധനമുണ്ട്, പറക്കാനുള്ള സംഭവമുണ്ട്. ഫ്രെയിമോ എൻ്റെ മോൻ ഇജാതി. എൻ്റെ കൂടെ BGM കൂടെ വരുമ്പോൾ BGMന് കോപ്പിറൈറ്റ് കിട്ടില്ലെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, എന്തോ എനിക്കിത് കണ്ടിട്ട് മനസ്സിലാവണില്ല. ഞാനാണ് കൺട്രോൾ ചെയ്യുന്നത്. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് സംഭവം നടന്നാൽ പോലും. ഇതോ തെരച്ചിയൊക്കെ പറഞ്ഞു. കൊള്ളാം, നല്ല വൈബുണ്ട്. സ്ഥലം, ആ ഒരു ഫ്രെയിം എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. എൻവയോൺമെൻ്റ് എല്ലാം കൊള്ളാം. താഴോട്ടാ ഓക്കെ, ഞാൻ തന്നെ തോന്നുന്നു കൺട്രോൾ ചെയ്തു. അല്ല കൺട്രോൾ പോയി. എൻ്റെ കൺട്രോൾ പോയി. അപ്പോൾ നോക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. താഴോട്ട് പോണത് ഈ സമയമൊന്നും ഞാനല്ല കൺട്രോൾ ചെയ്യണം, ഞാനല്ല ഈ തള്ളിയിരുന്നതെന്ന്. ഓക്കെ, എന്തെൻ്റെയോ അകത്തോട്ട് പൊത്തു പോവുകയാണ്. ഓ, എഫക്റ്റ് എല്ലാം കൊള്ളാം കേട്ടാ. ഓട്ടോ പോവുകയാണ്. വെള്ളത്തിനകത്താ? അല്ല, മിന്നലെ കഴിക്കണം. വെള്ളത്തിനകത്ത് സാധ്യതയില്ല. നമ്മളങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഫിയർ നോട്ട് ചൈൽഡ്, യു വിൽ ഡിഫീറ്റ് ദ ഡാർക്ക്നെസ്. ഓ, നമ്മളത് പേടിക്കണ്ട, നീ ഈ ഇരുട്ടിനെ തോൽപ്പിക്കും എന്നാണ് പറയണത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെ ക്യാരക്ടർ. സ്ഥലം കൊള്ളാം. ഇതാണ് നമ്മളെ ക്യാരക്ടർ. സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ട്വിറ്ററിൽ ഭാഗമാണ് ഇപ്പം. കൺട്രോൾസിൻ്റെ എന്തോ തിളങ്ങണം ബാക്കിൽ. ടാപ്പ്, ചാടടോ. ആ, ഓക്കെ, കൈ പ്രതിമയാണെന്ന് തോന്നുന്നു. താഴെ ഒരു ടോർച്ച് കിടപ്പുണ്ട്. ടോർച്ച് എടുത്തിട്ട് എ മൈറ്റി ഫ്ലെയിം ബേൺസ് വിത്തിൻ യു. നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയുള്ള ഫ്ലെയിം, ഒരു തീ ഉണ്ടെന്നാണ് പറയണത്. ടോർച്ചല്ല, മെഴുകുതിരിയായിരുന്നു. സോറി, ഞാൻ വെച്ച് ടോർച്ച് അയക്കുന്നു. ഒരു കൈ. ഓ, നമ്മളെ ഉള്ളിൽ തന്നെ അത് കൊള്ളിച്ച് തീ കത്തിച്ച്. നമ്മുടെ ഉള്ളിൽ, അതാണ് പറഞ്ഞത്, നമ്മുടെ ഉള്ളിലൊരു മൈറ്റി ഫ്ലെയിം ഉണ്ടെന്ന്. ഓക്കെ, എന്തേ അവേഴ്സ് വാനിഷ്ഡ് ലോങ് അഗോ. അവരുടേത് ഒരുപാട് നാൾ മുമ്പേ വാനിഷായി. ഒരു തീരെ ചിഹ്നം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളാ പ്രതിമ തീ കൊളുത്തി എന്തോ ചെയ്യുകയാണ്. ഓ,
ആ പ്രതിമയ്ക്കകത്ത് ഒരു സോൾ ട്രാപ്പായിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മളിപ്പം മോചിപ്പിച്ച്. ഓക്കെ, ഇതിലോ പറയണത് ഇതിന് ഡയലോഗ് ഇല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ഡയലോഗ് ഇല്ലെങ്കിലും നമുക്ക് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ഇത് നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ട്. വെൻ ലോസ്റ്റ് ടാപ്പ് ഓൺ യുവർ സെൽഫ് ടു കോൾ യുവർ ലൈറ്റ് വെൻ റിവീൽ ദ പാത്ത്. നമ്മളെവിടെയെങ്കിലും വെച്ച് വഴി തെറ്റിപ്പോവുകയാണ്, നമ്മളെ ദേഹത്ത് തന്നെ താത്ത നമുക്ക് ലൈറ്റ് കിട്ടുമെന്ന്. ഓക്കെ ഓക്കെ, ഇപ്പം നമ്മളെ കയ്യിൽ തൽക്കാലത്തേക്ക് ടോർച്ച് ഉണ്ടല്ലേ. തീരെ ചിഹ്നം. ഓ, ഈ ഗെയിമിൽ എല്ലാം തീരെ കളിയാണ് കേട്ടാ. തീയും ഡാർക്ക്നെസ് അങ്ങനെ എന്തോ സ്കീമാണ്. ഓക്കെ, നമ്മളൊരു ഗേറ്റ് തുറന്നിട്ടുണ്ട് നമ്മളെ തീ വെച്ച്, നമ്മുടെ ഇന്നർ തീ വെച്ച്. അപ്പോൾ പയ്യെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. പറയുകയാണെങ്കിൽ നമ്മൾ പയ്യനെ പെണ്ണ നോക്കാം. ഓ, നമ്മൾ അങ്ങോട്ടാണ് ഇനി പോവാനുള്ളത്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഇവൻ സോളല്ലേ, ഇവൻ മറ്റേ മാഞ്ഞു പോകാൻ. സാധാരണ നമ്മൾ സോൾസിനെയൊക്കെ ഫ്രീ ആക്കുമ്പം അത് മാഞ്ഞു പോകണതാണ്. എ ഹിഡൻ റെഫ്യൂജ് ലോസ്റ്റ് ടു ടൈം. ഓ, ശരി, റെഫ്യൂജാണ്. ഓക്കെ, നാല് എന്താ പോകാം. ടാപ്പ് ടു ഇൻട്രാക്ട്. ഓക്കെ, ക്ലിക്ക് ചെയ്ത് നോക്കാം. നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് താഴെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാക്കണം. വാട്ട് ഈസ് ദിസ് എക്സ്ക്ലമേഷൻ? മിക്കവാറും ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ഏതെങ്കിലും ഗെയിമിൽ ഇവിടെ അകപ്പെട്ടപ്പോൾ ഹിന്ദി കാണുമല്ലോ, അതല്ലായിരിക്കും. നമുക്ക് പിന്നീട് നോക്കാം. അവിടെ ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്. അങ്ങോട്ട് പോയേക്കാം. ഇല്ല, കൺട്രോൾസ് എല്ലാം അത്യാവശ്യം സിമ്പിൾ സാധനമാണ്. സ്ക്രീനിൽ വേറെ ഒന്നും കാണാനില്ല. ആ ഒരു ഗെയിം പ്ലേയും കൺട്രോൾസ് കുറവാണ്. നമ്മളിപ്പം നമ്മുടെ ദേഹത്ത് താക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് കാണിക്കും. ഒരു തീരെ ചിഹ്നം ഇത് കത്തിക്കണോ, ഒബ്ജക്റ്റീവ് കാണിക്കും, അതാണ് സംഗതി. ഓക്കെ, അടുത്തൊരു കല്ല്, ഇതും മോചിപ്പിക്കണോ. അപ്പം നമ്മുടെ നമ്മളെല്ലാ ഗെയിമിലും ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേക്കണ കുറേ കല്ല് കാണും. അത് പൊട്ടിച്ച് നമ്മൾ ആൾക്കാരെ മോചിപ്പിക്കണം. ഓക്കെ, ഇപ്പോൾ 2 പേര്. നമ്മൾ ഈ മോചിപ്പിക്കുന്ന ആൾക്കാരെല്ലാം നമ്മളെ കമ്പാനിയൻസ് ആയിട്ട് കൂടുന്നു. നമ്മളെ മാസ്റ്റർ കണക്കൊക്കെ വണങ്ങണ് ഇങ്ങോട്ട്. അങ്ങനെ വീടാ. ഓക്കെ, നമുക്കത്തോ ചേട്ടാ ഒരു ചായേ. അൺകവർ അവർ ഡാർക്കൻഡ് കിങ്ഡം, റീസ്റ്റോർ വിത്ത് ഫ്ലെയിം. അവരുടെ കിങ്ഡം ഇരുട്ടിൽ മൂടി കിടക്കുകയാണ്, നമ്മുടെ വെളിച്ചം കൊണ്ട് അത് ശരിയാക്കണമെന്നാണ് പറയണത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഡയലോഗ് അങ്ങനത്തെ സംഗതിയൊന്നും ഇല്ല, അല്ലെങ്കിൽ സബ് ടൈറ്റിൽ അങ്ങനെ കോൺവെർസേഷൻ ഒന്നും അങ്ങനെ ഇല്ല. നമുക്ക് എന്നാലും അവരുടെ ഈ ഒരു ഇമോഷൻ നമുക്ക് മനസ്സിലാവും. ആ ഒരു ഇതിൽ കൂടെ ഇത് കത്തിക്കണം. ഓക്കെ, നമുക്ക് അവരുടെ ആ ഇമോഷൻ മനസ്സിലാവും. മെക്കാനിക്കാണ് അത്. കല്ലിൻ്റെ ലൈറ്റൊക്കെ കത്തുന്നു. കസേര. നമ്മളെ മാസ്റ്റർ കണക്ക് കണ്ടുകൊണ്ട് നമ്മളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കസേര ആയിരിക്കും. ഓക്കെ ഓക്കെ, ഇരുന്നോളാം. ഒരു സോഡ, 7up അങ്ങനെ എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ല. ഓക്കെ, അത് ശരി, ബാർബറായിരുന്നല്ലേ. ഞാൻ വെച്ച് ഈ മുടി എടുക്കാം. ഇത് കാണാൻ ഒരു പയ്യനെ കണക്കെ ഇരിപ്പുണ്ട്. അപ്പം ഈ മുടി തന്നെ മതി. വരൂല്ലേ കൂടാ, ഡാറ്റ പറയണം. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഓക്കേ, കംപ്ലീറ്റഡ്. എന്തരോ വന്ന് താത്തപ്പം പോയി. എന്തിനാത്താരി വെളി ചെന്നിരിക്കുന്നു. അങ്ങനെ കൂടെ യവനെ നിൽക്കും, നമ്മളെ കൂടെ വരൂല. ഓക്കെ, മോളത്തെ ക്വസ്റ്റ്യൻ മാർക്ക് എന്തിനാ താത്ത നോക്കിയല്ലേ. എന്തായാലും വായിച്ചു നോക്കണ്ട, പിന്നെ വായിച്ചു നോക്കാം. ഇപ്പം മറ്റേ സ്റ്റോറി കണ്ടിന്യൂ. എക്സ്ക്ലമേഷൻ. വരും കൂടെ വരും. റെസ്റ്റ് എടുത്തതാണ്, ഇപ്പോൾ കുറച്ച് നേരം ഇരിക്കട്ടായിരുന്നു. നമ്മളിനി അങ്ങോട്ടാണ് ഇനി പോവാനുള്ളത്. ഓക്കെ, തെരച്ചിൽ ചിഹ്നം ഇവിടെയുണ്ട്. മോളിൽ നമ്മൾ പറക്കണ തെരച്ചിൽ കണ്ട്. അതേഴ്സ് ലൈക്ക് യു എവൈറ്റ് ചൈൽഡ്, ദിസ് ജേണി ഈസ് യുവേഴ്സ് ടു ഷെയർ.
ഓ, ബാക്കിയുള്ളവരെല്ലാവരും വെയിറ്റ് ചെയ്യും. ഈ ജേണി അത് നിൻ്റേതാണ് എന്നാണ് പറയണം. ഓക്കെ, ഇവിടെ നമ്മളിനി എന്ത് ചെയ്യാനുള്ള അല്ല എല്ലാം തിരച്ച് ചെയ്യണം. അവിടെ എന്തൊരു വയ്ക്കാനുണ്ട്. ആട്ടെ ഇവിടെ ഒരു മെഴുകുതിരി ഇതാക്കി. ഡേ ഇവിടെ കിടക്കണ്ട. ഡേ മെഴുകുതിരി കോയി പയ്യൻസ് അവൻ കണ്ട്. ഒരു കയ്യിൽ രണ്ടുപേര് വന്നാലേ എടുക്കാൻ പറ്റും ഒരു മെഴുകുതിരി. ഓക്കെ, കൊണ്ട് വെച്ചാ അല്ല അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണമെന്നായിരിക്കും. ഓക്കെ, വീണ്ടും ഒരു കൈ കിടപ്പുണ്ട്. അവിടുത്തെ പാറ മൊത്തം പൊട്ടിച്ച് നോക്കണോ? അത് കൊണ്ട് വയ്ക്കണം. ഓക്കെ, അടുത്ത കൈ. അത് താഴെ കത്തി കേട്ടാ. മൊത്തം പൊട്ടിച്ച് നോക്കണോ? ഓക്കെ, ഇനി അതുകൊണ്ട് കൊണ്ട് വയ്ക്കണം. ഒരു മെഴുകുതിരി കത്തിച്ചപ്പോഴും ബാക്കി താനെ കത്തി. ഓക്കെ, സെറ്റ്. പായൽ പിടിച്ച മണി മുഴങ്ങുന്നു. ഓ, അവിടെയുള്ള എല്ലാ മണി. ഓ, നമ്മൾ വെളിച്ചം കൊണ്ട് വന്ന് ഗെയിം തീന്നാ. നമ്മളടുത്ത് ഇരുട്ട് മാറ്റി വെളിച്ചം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നമ്മൾ വെളിച്ചം കൊണ്ട് വന്ന് ഗെയിം തീന്നാടി. കൊള്ളാം കേട്ടോ. വൈബിൽ ഒരു രക്ഷയില്ല. സീൻ സാധനം. ഗെയിം തീന്നിട്ടൊന്നും ഉണ്ടാവില്ല. ദിസ് ഈസ് ജസ്റ്റ് തുടക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. കൊള്ളാം കേട്ടോ. നേരം വെളുക്കണക്കായപ്പം കൊള്ളാം. വെളിച്ചം വന്നപ്പം കൊള്ളാം. അപ്പം വെളിച്ചം കൊണ്ടുവന്ന് അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. വെളിച്ചം കൊണ്ടുവരാൻ പറഞ്ഞത് നമ്മൾ ചെയ്ത്. ഇനി അടുത്തെന്താണ്? ഏവിയറി വില്ലേജ്, എ ഹിഡൻ റെഫ്യൂജ്. ഓക്കെ, അടുത്ത എക്സ്ക്ലമേഷൻ. അതിനടുത്തോട്ട് പോകണോ? അല്ല, കൺട്രോൾ മാറി. അപ്പോൾ നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷൻ അതായിരിക്കും. നമ്മളിനി അങ്ങോട്ടായിരിക്കും ഈ അടുത്ത് പോകാനുള്ള. ആ കുന്നും മലയും കയറി പോകണമെങ്കിൽ. അവിടെ വീണ്ടും ഒരു മണിനാദം കേട്ടു. ദ റെസ്റ്റ് ഓഫ് ദ കിങ്ഡം ക്രൈസ് ഫോർ യുവർ ഹെൽപ്പ്, യു ആർ നീഡഡ്. ഓ, ഇത് നമ്മളെ ജോലി ചെയ്യുന്നില്ല. ഈ രാജ്യത്തുള്ള എല്ലാവരും കരയുന്നുണ്ട് നിങ്ങളുടെ സഹായത്തിന് വേണ്ടി. ഓ, ഇതാണ് സംഭവം. നമ്മളെ ദേഹത്തെ സ്വന്തമായിട്ട് താക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടാണോ പോകാൻ അതിൻ്റെ ഡെസ്റ്റിനേഷൻ കാണിക്കും. ഓക്കെ, നമ്മളിനി ആ തിളങ്ങണ അങ്ങോട്ടാണ് പോവാനുള്ളത്. ഓക്കെ, എന്തോ പറയുന്നുണ്ട്. അങ്ങോട്ട് നോക്കാൻ. ഓക്കെ, നോക്കുന്നു. അവിടെ എന്തോന്നു? ഇവിടെ എന്തോ ഉണ്ട്. നമ്മളിനി അങ്ങോട്ട് പോകണു. ഇത് പ്രതിമയാണെന്ന്. ഇത് കത്തിച്ചിട്ട് പോവാം. പ്രതിമയല്ലേ? അയ്യോ, അവ അനങ്ങുന്നുണ്ട്. അവ പ്രതിമയല്ലേ, ഞാൻ വെച്ച പ്രതിമയാണെന്ന്. അത് കത്തിക്കാണ്ടാണ് നിന്നത്. മാറ്റിയിട്ട് വിടാൻ പറ്റൂലേ? ഒന്നാതെ ഓടുന്ന സ്ലോ. കുഴപ്പമില്ല, ഇരിക്കണോ? പ്രാർത്ഥിക്കാനാ? എന്താ ഫില്ലാവുന്നുണ്ട് അവിടെ. വീണ്ടും ഇരുട്ടായ? കഷ്ടപ്പെട്ട് രാവിലെ ആക്കിയപ്പോൾ വീണ്ടും ഇരുട്ടായ? ഇല്ല, എന്തൊരു തെളിഞ്ഞു വരണം ഇവിടുത്തെ കല്ലിൽ. മറ്റേ കോൺസ്റ്റലേഷൻ കണക്ക് മറ്റേ നക്ഷത്രത്തിൻ്റെ അന്തരം ആകാശത്ത്. ദ സ്റ്റാർസ് വെയർ വൺസ് യുണൈറ്റഡ് ആൻഡ് അവർ ലൈറ്റ് വാസ് ഇൻഫിനിറ്റ്. ഒരു സമയത്ത് ഈ നക്ഷത്രമെല്ലാം ഒരുമിച്ചായിരുന്നു. ആ സമയത്ത് ഇവരുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് അനന്തമായിരുന്നു. അൺലിമിറ്റഡ്. അത് ഇൻഫിനിറ്റി. ദ ഫസ്റ്റ് ഓഫ് us descended ടു ബിൽഡ് എ കിങ്ഡം ഇൻ ദ ക്ലൗഡ്സ്. ഇവരെ പൂർവികർ ആദ്യം ഈ മേഘത്തിൽ ഒരു കിങ്ഡം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് വി ടുക്ക് അവർ ലൈറ്റ് ഫോർ ഗ്രാൻഡഡ്. അതിന് പകരമായിട്ട് അവരുടെ ആ ഒരു വെളിച്ചമാണ് കൊടുക്കേണ്ടി വന്നത്. അതിന് പകരമായിട്ട് കൊടുക്കേണ്ടി വന്നത്. ആൻഡ് ഇൻ ഷാഡോ വി വിതേട്ടത്. ആ ഒരു നിഴലിൽ, ആ ഒരു ഇരുട്ടിൽ അവർ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എ ലോങ് ടൈം ഹാസ് പാസ്ഡ് നൗ യു ബ്രിങ് us ഹോപ്പ്. ഒരുപാട് നാൾ കഴിഞ്ഞ് ഇപ്പം നീയാണ് നമുക്കുള്ള ആകെ ഒരു പ്രതീക്ഷ എന്നാണ് പറയണത്. ഗോ ഫോർത്ത് ചൈൽഡ്, റിട്ടേൺ യുവർ ലൈറ്റ് ടു യുവർ ഫോളൻ സ്റ്റാർസ്. നമ്മൾ പോയി അവരുടെ ആ ഫോളൻ സ്റ്റാർസിന് ലൈറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ,
ഓ ഇതാണ് മാപ്പ് ഈ ഗെയിമിൻ്റെ. നമ്മളിപ്പോൾ ഇത് തൊട്ട് അങ്ങോട്ടാണ് ഇനി പോവാനുള്ളത്. കുറേ പോവാണ്ട്. ഇങ്ങോട്ട് പോയോ? ഇപ്പം അങ്ങോട്ടാണ് പോവാറ്. ഓക്കെ ഇരുട്ടല്ല, രാവിലെ തന്നെ ആ സംഭവം തെളിഞ്ഞതിൻ്റെ ഇത് കാണിച്ചതാണ്. ഓക്കെ നമ്മൾ അങ്ങോട്ടാണ് പോവേണ്ട. അത് തന്നെ അവനും പറയണം, നമ്മൾ അങ്ങോട്ടാണ് ഇനി പോവേണ്ടതെന്ന്. ഓ ഓ ഓ പോർട്ടൽ. ഇപ്പം നമ്മൾ അങ്ങോട്ട് ഇനി നടക്കണ്ട. ഓ ഞാനും വിചാരിച്ചു ഇങ്ങനെ ഈ പയ്യെ നടക്കണതില്ല, അങ്ങോട്ട് ഇനി കുന്നുമലയും കയറി പോകാൻ സമയം പിടിക്കും. ഞാൻ ഇറങ്ങിയൊക്കെ പോകണം. കൊള്ളാം. എന്ത് 2 വട്ടം തീ? ഇത് പ്രതിമയില്ലല്ലോ, പിന്നെ എന്ത് വീണ്ടും തീ? വേറെ തീ കത്തിച്ചു കൊടുത്തതാ. ഓക്കെ ഫ്രണ്ട് ഇത്തി എൻ്റെ സാധനം ഇതാണ് നോക്കുന്നത്. ഇവിടെ എത്തിയാൽ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാൻ പറ്റും. അപ്പം ഇതാണ് സംഗതി. അപ്പോൾ ഗൈസ് ഇതുവരെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് സോളോ ആയിട്ട് തന്നെ കളിച്ചത്. നാളെ തൊട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മളെ കൂടെ വേറെ കളിക്കാൻ ഫ്രണ്ട്സ് കാണും, മൾട്ടിപ്ലെയർ ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. ഇനി ഫർദർ പ്രോഗ്രഷൻ നമ്മൾ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കുമ്പോഴാണ് അണ്ട സെൻഡും റിസീവൊക്കെ ഉണ്ട്, നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സംഭവം എല്ലാം ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുമ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല, എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സും കാണും. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലെയർ ആയിരിക്കും കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മൾട്ടിപ്ലെയർ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഗെയിം ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.